ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമെന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒന്ന്, നിരന്തരമായ താല്പര്യം, അള്ളാഹുവിനോടുള്ള ഇസ്തിആന, ദുആ. മൂന്നാമത്തത്, തോറ്റു കൊടുക്കാതെ വിജയിക്കുന്നത് വരെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. ഇതാണ് വിജയിക്കാനുള്ള മാനദണ്ഡം. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് വിജയത്തിൻ്റെ കൂടെയും പ്രയാസം ഉണ്ടാവും എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് തുടങ്ങി. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ചതുപോലൊരു പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ അനുഭവിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വിജയമുണ്ടായി, ഇസ്ലാമിന് വിജയമുണ്ടായി. അതോടൊപ്പം ആ വിജയമുണ്ടായപ്പോഴും മുനാഫിക്കുകളും അതേപോലുള്ള ആളുകളുടെയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അവസാനം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ അള്ളാഹുവിൻ്റെ റസൂല് തലവെച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് മരണത്തിൻ്റെ വേദന ശക്തമായി. ആ വേദന റസൂലുള്ളാഹിൻ്റെ മുഖത്ത് പ്രകടമാവുകയാണ്. ആരാണ് ഈ വേദന മുഴുവൻ സഹിക്കുന്നത്? അള്ളാഹുവിന് ഇത്രയും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഖലീലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബെഡിൽ കിടന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് മരണവേദന സഹിക്കാണ്. ആ വേദന കണ്ടപ്പോൾ എൻ്റെ ഉപ്പയുടെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വിലപിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയും ചെയ്തു, നിങ്ങളിൽ 2 ആളുടെ വേദന അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ടെന്ന്. അള്ളാഹുവിൻ്റെ ഒരു ഖദറാണ് എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരനായ ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ ഡബിൾ വേദനയാണ് ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് കണ്ട് വാവിട്ട് കരഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ ഫാത്തിമ ബീവിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഇതായിരുന്നു, അഥവാ ഇനി നിന്റെ ഉപ്പാക്കൊരു വേദന ഉണ്ടാവൂല മോളെ എന്നുള്ളത്. അത് അവസാനത്തെ വേദനയാണ്. അത് കഴിഞ്ഞാൽ ഇനി വേദനകളില്ല. അപ്പോൾ മഹത്തായ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിച്ചതും ഈ ലോകത്തോട് വിട പറഞ്ഞതും അങ്ങനെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അതൊരു തത്വമാണെന്ന്. അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്തത് എന്നാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. പ്രയാസത്തിൻ്റെ കൂടെ മാത്രമാണ് എളുപ്പം. ചില ആളുകൾക്ക് എളുപ്പം മാത്രമാണ് ഇഷ്ടം, ഒരു കഷ്ടപ്പാടും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നേടുകയില്ല. മറിച്ച് പ്രയാസപ്പെട്ടാലേ വിജയം ഉണ്ടാവുള്ളൂ. അത് ഒരു ബിസിനസ്സിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിൽ നന്നായി അധ്വാനിച്ചു തുടങ്ങിയവരാണ് പിന്നീട് വലിയ വലിയ മുതലാളിമാരായി പിന്നീട് ഇരുന്ന് പൈസ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അവർ തുടക്കത്തിലെ